സംഘടനയിലെ വ്യക്തിപര ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ്, ഇപ്പൊ CPM പാർട്ടി അല്ലെങ്കിൽ വന്നിട്ട് കോൺഗ്രസ് പാർട്ടി വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ എന്താണ് ഇത് പ്രത്യേകത? പ്രത്യേകത എന്താണ്? അല്ല അതാണ്, അതുകൊണ്ടാണല്ലോ ഇന്നും ആന്റണി ചേട്ടൻ പറഞ്ഞത് ഞാൻ 100% സംഘടനയ്ക്ക് ഒപ്പമാണ്. ഞാൻ 100% നാളെ നിങ്ങൾ എന്നോട് ഒരു സെക്കൻഡ് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആന്റണി ചേട്ടനെ തന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. 100% അദ്ദേഹം സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, പുള്ളി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഇരിക്കുമ്പോൾ ആ പടം റിലീസ് ആവാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞൊരു കാര്യങ്ങൾ പുള്ളിക്ക് ഫീലായി. ആ ഫീല് പുള്ളി ഒരു എന്താ പറയാ ഒരു പബ്ലിക് ഫോറത്തിലൂടെ പുള്ളി അതായത് അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. അതായത് ഈ ആന്റണി പെരുമ്പാവൂരിനെതിരെ സംഘടന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. അത് ശരിയായ നടപടിയാണ് അല്ലെ? ഏതാണ് അത്? ശരിയായ നടപടിയാണ്. ഏത്? ആന്റണി പെരുമ്പാവൂരിനെതിരെ? തീർച്ചയായിട്ടും. കാരണം സംഘടനയ്ക്കെതിരെ ഇപ്പൊ ഇവൻ പറയുമ്പോൾ സംഘടനയുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരാൾ ഒരു കാര്യം പറഞ്ഞൊരു കാര്യത്തെ ഒരു പേഴ്സണൽ ഒരു ഫോറത്തിൽ കൂടെ ഒരു പബ്ലിക് ഫോറത്തിൽ കൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടെ ഇടുമ്പോൾ അത് സംഘടന അതിനെ എതിർക്കണല്ലോ. കാരണം സംഘടനയുടെ തീരുമാനമല്ല സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാറിന്റെ തീരുമാനം ആയിരുന്നെങ്കിൽ സംഘടന ഇത് അയക്കേണ്ട കാര്യമില്ലല്ലോ. ആ അതെ. എന്താണ്? അല്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ആന്റോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമയുണ്ട്. മമ്മൂക്ക, മോഹൻലാല്, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന ഒരു വലിയ പടവും അതിനൊരു ഭയങ്കര ബഡ്ജറ്റുള്ള ഒരു പരിപാടി ആയതുകൊണ്ടിട്ട് അതിന്റെ പുറകെ നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല പല ഇഷ്യൂസ് നടക്കുന്ന ഓരോ മീറ്റിങ്ങുകൾക്ക് പുള്ളിക്ക് വന്നെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് പുള്ളി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്നെ കുറച്ച് നാളത്തിന് ഒരു ലീവ് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയിലെ ബൈലോയിലുണ്ട് അതിന്റെ അടുത്ത പേഴ്സൺ ആരാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റുമാരാണ്. ആ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഒന്ന് ജി സുരേഷ് കുമാറും ഒന്ന് സിയാദ് കോക്കറുമാണ്. അപ്പോൾ അവരാണല്ലോ അത് പറയേണ്ടത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഈയിടെ ഇപ്പം ഈ 3 പടം റിലീസായി. പൈങ്കിളി, റൊമാൻസ്, പിന്നെ ഒരു പടം കൂടെ റിലീസായി, ദാവീദ് എന്ന് പറയുന്ന പടം കൂടെ റിലീസായി. ഇതിന്റെ തലേ ദിവസവും ഈ സംഘടനയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം PVR-ഉം സിനി പോലീസും വന്നിട്ട് അവരുടെ അവിടെ പടം കളിക്കത്തില്ല, മലയാള പടം ഒന്നും കളിക്കത്തില്ല, അവർ ബുക്കിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഹൈദരാബാദ്, ചെന്നൈയില്, ബോംബെയിലെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും ബുക്കിംഗ് എടുത്തില്ല. ഈ ഇഷ്യൂസ് ഒക്കെ ഈ സംഘടനയാണ് സോർട്ട് ഔട്ട് ചെയ്തത്. എന്തുകൊണ്ടിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കണ്ടന്റ് വെക്കണം എന്നുള്ള കാര്യങ്ങൾ VPF ചാർജുകൾ 3500 രൂപയെ തരുള്ളൂ എന്ന് പറയുന്നൊരു കാര്യത്തിൽ അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. അവർ വന്നു ഈ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഈ സംഘടനയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്തത്. 3500 രൂപയ്ക്ക് അവർ റെഡിയായി. അപ്പോൾ അങ്ങനെയാണ് ഈ പടങ്ങൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്തു. ഇവർ സ്റ്റോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചർച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷമാണ് അത് സോർട്ട് ഔട്ടായി. അപ്പം ഇങ്ങനെയുള്ള വലിയ അപ്പം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എത്രയോ ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് രൂപയാണ് സേവ് ചെയ്യുന്നത് അസോസിയേഷൻ വഴി. അപ്പം അസോസിയേഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ അതിനെതിരെ ഫൈറ്റ് ചെയ്താൽ നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അതുകൊണ്ടിട്ടാണ് ഒരു അസോസിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതേ കുറിപ്പ് എഴുതിയ ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത് ഞാൻ സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു എതിർ അഭിപ്രായമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതാണ് മാധ്യമത്തിൽ കൂടെ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യലോ. അപ്പൊ അതിന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ആന്റണി ചേട്ടനും സുരേഷ് ചേട്ടനും എല്ലാം വരുന്ന മീറ്റിംഗ് ഞങ്ങൾ ഉണ്ട്, മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു ബ്രദറുണ്ട്, അവൻ എൻ്റെ നാട്ടിലാണുള്ളത്. അവൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞിട്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. ഇപ്പം ആന്റണി ചേട്ടൻ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് അറിഞ്ഞത്. ഇതാണ് സത്യം. ഈ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നതും നിങ്ങൾ മാധ്യമങ്ങളും ഇത് അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെയല്ലേ.
അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതായിട്ടും വരുന്നത്. പിഷാരടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അത് ശ്രദ്ധിച്ചോന്നറിയാം. പിഷാരടി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഷാരടി പറഞ്ഞു നമുക്കൊരു കാർ വാങ്ങാൻ പ്രീമിയർ കാറിന് വേറെ പൈസ കൊടുക്കണം, മറ്റേ കാറിന് വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഒരു താരത്തിന് മേടിക്കുക, ആ താരത്തിന്റെ മൂല്യമുണ്ട്, ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അത് കൊടുക്കാൻ തയ്യാറാകുന്നത് നിർമ്മാതാക്കളാണ്. കാർ വാങ്ങാൻ പോകുന്നത് ഞാനാണ് ആ പൈസ എഴുതി കാണിക്കുക. അതല്ലേ പിഷാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ? അല്ല, പിഷാരടി പറഞ്ഞത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പിഷാരടി അതാ ഞാൻ പറയാം, എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ. അങ്ങനെയല്ലല്ലോ, എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത്. പിഷാരടിയുടെ ആ ഭാഷയിലാണ് അതിനെ എഴുതിയത്. പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രീമിയം കാർ എന്ന് പറയാം, പ്രീമിയം കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോൾ അതിനൊരു പ്രൈസ് കിട്ടും. ഇപ്പം എൻ്റെ ബോസാൻകോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ്, പ്രീമിയം കാർ ആയിരുന്നു ഞാനത് എടുത്തപ്പോൾ. ഇപ്പോഴും അതെന്താ 5 പൈസ കിട്ടാതെ അതവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പറഞ്ഞു മനസ്സിലായോ? 5 പൈസ കിട്ടിയിട്ടില്ല. എന്ത് പ്രീമിയം കാർ? അല്ല, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യമുള്ളൂ. പ്രീമിയം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ 4 കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാർ അത് 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ 2 കോടി രൂപ അതിന് കിട്ടും. ഞാനത് അല്ല ഒരു സെക്കൻഡ് അല്ല ഒരു മിനിറ്റ് അല്ലല്ല ഞാൻ എന്താണ് പറയുന്നതെന്നൂടെ മനസ്സിലാക്കുക. അല്ല അതാണ്. അപ്പോൾ 4 കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ. ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഒരു റേഞ്ച് റോവർ ഉണ്ട്, ഞാൻ വാങ്ങിയപ്പോൾ 2,60,00,000 രൂപ ആയിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ആ വണ്ടി അതേ വണ്ടിക്ക് തന്നെ ഇപ്പോൾ 2 കോടി രൂപ താഴെ വിലയുള്ളൂ. അത് ഇന്ത്യയിലാണ് അത് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലല്ലാത്ത സമയത്താണ് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോയി 2 കോടി രൂപയ്ക്ക് കിട്ടേണ്ട താൻ 2,60,00,000 രൂപയ്ക്ക് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ? പ്രീമിയം കാർ തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. ആ അല്ല, അത് വരും ദിവസങ്ങളിൽ കാണാമല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങളിപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, ഞാനും മീഡിയയിലാണെങ്കിൽ ഞാനും ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിട്ടേ ഈ PV ഇരിക്കും. ഞാൻ നിർമ്മാതാവാണ്, ഞാൻ ഇതിൻ്റെ ഈ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നവരിൽ ഒരാളാണ്. അപ്പം ഞാൻ ആൻസറബിളാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. അതിനുള്ള മറുപടികൾ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിട്ടിരിക്കും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ്. ഇത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പടം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ വേറെ എന്ത് പോയി തൊഴിൽ നടന്നു? നമുക്ക് സിനിമ എന്ന് പറയാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല, ഞാൻ സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യുന്നത് സിനിമേനെ പറ്റി മാത്രമാണ്. സിനിമയാണ് എനിക്കെല്ലാം. അപ്പൊ സിനിമാ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, അത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. അങ്ങനെയല്ല, ഒരു മിനിറ്റ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രീമിയം എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതേ ആർട്ടിസ്റ്റിനെ വെച്ച് പ്രീമിയം ലെവലിൽ തന്നെ അത് കുറച്ചുകൂടെ കോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പടം എടുക്കും. ഇപ്പൊ ഇതേ നിവിൻ പോളിയായിട്ട് ഞാൻ വേറെ പടവും ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ എന്നല്ല, അലി ചോദിച്ചതിന് പ്രീമിയം കാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. അവരുടെ എബിലിറ്റിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. കുറെ സിനിമകളുടെ ഭാഗമായിട്ട് അവർ വിജയിച്ച സിനിമകളുടെ പെർസെന്റേജ് അല്ലെങ്കിൽ അവരുടെ നമ്മൾ പെർസെന്റേജ് കൊടുക്കാൻ തയ്യാറാണല്ലോ. ഒരു മിനിറ്റ്, അവർ പെർഫോം ചെയ്ത സിനിമകളുടെ വിജയം ഇതൊക്കെ അവർക്ക് ഒരു മൂല്യം നിർണ്ണയിക്കാൻ അവർക്ക് അവകാശമില്ലേ? ഒരു താരം എന്നുള്ള നിലയിൽ, പെർഫോമർ എന്നുള്ള നിലയിൽ അവരുടെ വാല്യൂ, അത് ഹൂവർ ഇറ്റ് മേ ബി, ആക്ടർ ആയിക്കോട്ടെ, ഡാൻസർ ആയിക്കോട്ടെ, ഹൂവർ ഇറ്റ് മേ ബി, അവർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരുടെ മൂല്യം എത്രയാണ്, അവർക്ക് ഇത്ര കിട്ടണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ലേ? അതാണല്ലോ ഇത്രകാലവും. അല്ല ഞാൻ ചോദിച്ചു, അല്ല അതെ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു വന്നിട്ട് ഒരു പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യത്തില്ലേ? ഇപ്പൊ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുപോയി താത്തി. ഇപ്പൊ അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്തില്ലേ? ഇപ്പൊ നമ്മളൊരു വ്യക്തിയല്ലല്ലോ പോയി RBIയോട് പോയി പറഞ്ഞേക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് താത്തണമെന്ന്. ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ RBI താത്തി തന്നേക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഗുണകരമാകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇപ്പൊ ഇവര് താത്തി തന്നു കഴിഞ്ഞാൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ ഇവിടെ നടക്കും. സിനിമകൾ നടക്കുമ്പോൾ തിയേറ്ററുകൾക്കെല്ലാം പടം കിട്ടും. ഇത്രയേ ഉള്ളൂ. ആ പടം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആന്റണി ചേട്ടനുമായിട്ട് ഇന്ന് രാവിലെയും സംസാരിച്ചു, സുരേഷ് ചേട്ടനുമായിട്ട് സംസാരിച്ചു. അതിന്റെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഈവൻ പങ്കുവെച്ചത്. എങ്ങനെ? അല്ല, ഞങ്ങളിപ്പോ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആന്റണി ചേട്ടന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ എന്താണെന്നറിയോ, നമ്മള് ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കാൾ വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആള്.
അത്രയും സീനിയർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പുള്ളി ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പുള്ളിനെ തള്ളി പറയാനായിട്ട് ഇവൻ പറ്റത്തില്ല. പക്ഷേ ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മളൊരു ലെറ്റർ കൊടുക്കേണ്ടതായിട്ട് ഇപ്പം തീർച്ചയായിട്ടും ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത ദിവസം മീറ്റിങ്ങിന് വരുന്നുണ്ട്. ഇതെല്ലാം അവിടെ സോർട്ട് ഔട്ട് ആവും. പുള്ളിയുടെ ഒരു വിഷമം ഇപ്പം ഇവൻ പങ്കിട്ടു എന്നുള്ളത് സത്യമാണ് 100%. അത് സുരേഷ് ഏട്ടനോട് പറഞ്ഞു. സുരേഷ് ഏട്ടന് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും അത് ബിസിനസ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ ഈ സംഘടനയിലെ, അതായത് എനിക്ക് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിലും, ഞാൻ ഈ സംഘടനയിലെ സംഘടനയിലെ പ്രസിഡന്റ്, ഒരു സംഘടനയിലെ ട്രഷറർ എന്നുള്ള നിലയിലും, നിലവിൽ സിനിമകൾ എടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന രീതിയിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇതിന്റെ ഇടയ്ക്ക് എന്നുള്ള രീതിയിലൂടെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇല്ല, ഇതൊരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വെച്ചിരുന്നേനെ. മനസ്സിലായോ? അല്ല, ഞാൻ ഇവരെല്ലാരും അറിയിച്ചിട്ടുണ്ട്. ഞാൻ അല്ല നടത്താമായിരുന്നു, പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഇവിടെയാന്ന് പറഞ്ഞു പോയി, അതുകൊണ്ടിട്ടാണ് ഞാൻ നടത്താത്തത്. നേരത്തെ ചോദിച്ചത് കൃത്യമായിട്ട് ഒരു 2 മറുപടി കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു പോവാണ്. ആന്റണി പെരുമ്പാവൂർ ഈ സുരേഷ് കുമാറായിട്ട് വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ പല പ്രാവശ്യം ലിസ്റ്റിനെയും സംഘടനയുള്ള പല ഭാരവാഹികളെയും വിളിച്ചു. ലിസ്റ്റിന് കൃത്യമായിട്ട് അറിയാം. ഈ എന്റെ പ്രശ്നത്തിൽ നിങ്ങളൊരു വാർത്താക്കുറിപ്പ് ഇറക്കി ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് ലിസ്റ്റ് പറഞ്ഞു, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കൃത്യമായിട്ട് നേരത്തെ കൃത്യമായ മറുപടിയല്ല പറഞ്ഞത്, അതിന് മറുപടി പറയണം. അതോടൊപ്പം താരങ്ങൾ നിർമ്മിച്ചാൽ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറഞ്ഞ അടിസ്ഥാന സിനിമ ഓടിക്കില്ല എന്ന് പറഞ്ഞതിൽ ലിസ്റ്റിന് തിയേറ്റർ ഉണ്ട്. ലിസ്റ്റിന് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ പണികളൊക്കെ വന്നാൽ ലിസ്റ്റിന്റെ തിയേറ്ററിൽ ആ സിനിമകൾ ഓടിക്കുമോ? ഈ രണ്ടിനും കൃത്യമായ ഒരു മറുപടിയാണ്. അല്ല, അതായത് സുരേഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഫസ്റ്റ് ഞാൻ കേൾക്കാത്തൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരത്തില്ല. പക്ഷേ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തിയേറ്ററിൽ പടം കളിക്കും. അതിനെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ കേൾക്കാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഞാൻ അത് കേട്ടു. ഞാനില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പോയപ്പോ ഞാൻ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ അല്ല, ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. അല്ലല്ല, അതങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ടാണ്. അല്ലല്ല, നടത്തിയ വാർത്താ സമ്മേളനം സുരേഷ് കുമാറിന് നടത്തുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വന്നേനെ. എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും വാർത്താ സമ്മേളനം നടത്താത്തത്? നിർമ്മാതാക്കളുടെ സംഘടനയോ സുരേഷ് കുമാറോ ആന്റണി പെരുമ്പാവൂരോ പരസ്യമായിട്ട് ഈ വിഷയത്തെ അഡ്രസ് ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ വാർത്താക്കുറിപ്പ് അല്ലാതെ ലിസ്റ്റിൽ പേഴ്സണലായിട്ട് ലിസ്റ്റിന്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അസോസിയേഷന്റെ ഒരു സെക്കൻഡ്, ഞാനിത് 2 പേരോടും അസോസിയേഷനിലുള്ള 2 മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ 2 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇവരുമായിട്ട് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഞാൻ ഇവരോടുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ രണ്ടുപേരും വേണ്ടപ്പെട്ടവരാന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിച്ചത് സംഘടനയും ഒരാൾ സംസാരിച്ചത് വ്യക്തിയുമായിട്ടാണ്. അപ്പൊ സംഘടനയും വ്യക്തിയും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി കിട്ടുന്നില്ല. അല്ല, അതാണ്. ഒരു മിനിറ്റ്. ഇപ്പോ ആന്റണി ചേട്ടൻ ആ മീറ്റിംഗിൽ വന്നിരിക്കുകയും ആന്റണി ചേട്ടൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഗനിസ്റ്റും ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. മനസ്സിലായോ? ഒരു മജോറിറ്റി അങ്ങനെയാണല്ലോ. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെയാണല്ലോ. അപ്പോൾ അവിടുത്തെ എന്താണ്, അപ്പോൾ ഒരു മജോറിറ്റിയുടെ ഒരു സ്വഭാവം എന്താണ്, മജോറിറ്റി ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ആളെ വരുകയും പങ്കെടുക്കുകയും ആന്റണി ചേട്ടൻ അത് പറയുകയും ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു കാര്യമായി ചിലപ്പോൾ മാറിയേനെ. എത്രയാണ് ഞാൻ പറയുന്നത്? വരാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ വന്നിട്ട് അത് പ്രസ് മീറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇനി തെറ്റായി പോയെങ്കിൽ പോലും നമുക്ക് എവിടെയാണ് അത് ശരിയാക്കാൻ പറ്റുന്നത്? എങ്ങനെ തെറ്റാണോ? അല്ല, മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ അത്. സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല. മജോറിറ്റി സുരേഷ് കുമാർ ഞങ്ങളുടെ അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്ന അങ്ങനെ കാര്യമാണെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇവരെല്ലാം വളരെ അടുപ്പമുള്ളവരാണെന്നാണല്ലോ ലിസ്റ്റും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ ഏത് സാഹചര്യത്തിലാണ് വാർത്താ സമ്മേളനം നടത്തിയെന്ന് ആന്റണി പെരുമ്പാവൂരിന് ഫോൺ കോളിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ.
ഇത്രയും വലിയൊരു ഫേസ്ബുക്ക് അല്ലാതെ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഇപ്പോൾ പറയുക, അത് വേറൊരാൾ കേൾക്കുന്നു, കേട്ട് കഴിയുമ്പം ഞാൻ ആ പറഞ്ഞ ഒരാളോട് പറഞ്ഞൊരു കാര്യം അയാൾക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെയും വരാലോ. ഈ സുരേഷ് കുമാറിനെ ആന്റണി ചേട്ടനെ മാറ്റി നിർത്തിയാലേ വേറൊരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് ഓർക്ക്. ഞാൻ പറഞ്ഞാൽ എടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, നിനക്കത് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെനിക്ക് ഉദ്ദേശിക്കാലോ. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ഒരു സംഘടനയ്ക്കുള്ളില് നിൽക്കുന്ന ആളുകളാണ്, ഇത്രയും അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഒരു ഫോൺ കോളിലെങ്കിലും ചോദിക്കില്ല എന്താ താൻ അങ്ങനെ പറയാൻ കാരണം എന്താണോ എന്ന് ചോദിക്കില്ലേ? ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം നിർമ്മാതാക്കളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിർമ്മാതാക്കൾ സംഘടന നിലപാട് അതാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്. ലിസ്റ്റിൽ വ്യക്തി എന്ന് പറയാൻ ഇപ്പോൾ വാർത്ത നടക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഇതൊരു കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനമോ അല്ല. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തിയേറ്റർ നടത്തുന്ന ആളാണ്. ഞാൻ ഈ സിനിമ നിർമ്മാതാവാണ്. ഇപ്പോഴും 3-4 സിനിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാതാവാണ് ഞാൻ. ഇതിൻ്റെ ഈ അസോസിയേഷൻ്റെയൊക്കെ ഭാരവാഹിത്വം 2 അസോസിയേഷനിൽ വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതെൻ്റെ പേഴ്സണൽ ഇതാണ്. ഈ കാര്യത്തെപ്പറ്റി ഇതെന്താണെന്ന് പറയുക, എല്ലാവരും ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇത്രയും പേരുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഓരോരുത്തർ ഇന്നിപ്പോൾ ഒരാളിടുന്നു, നാളെ വേറെ 2 പേരിടുന്നു, അതിൻ്റെ പിറ്റേ ദിവസം ഒരു 4 പേരിലേക്ക് ഇത് പോവുകയാണ്. ഇത്രയും പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇതിലില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മീറ്റിംഗ് കൊണ്ടിട്ട് നമ്മൾ അത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ എന്നെ സസ്പെൻഡ് ചെയ്തു, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പുള്ളീനെ അങ്ങനെയല്ല. ആന്റണി ചേട്ടൻ അത് അങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സംഘടന കൂട്ടായ്മയിൽ എടുത്ത ഒരു തീരുമാനത്തെ പറഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ അത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കത്തിൻ്റെ ഒരു ചെറിയ ഉള്ളടക്കം. ആ 2 പേജ് അടങ്ങുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത ദിവസം ഇവർ തമ്മിൽ ഇരിക്കുന്നുണ്ട്, ഇവരെ വിളിച്ചിട്ടുണ്ട്, ഇരുന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നം സോർട്ട് ഔട്ടാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോഴും 100% ഉറപ്പ് വരുവാണ്, നാളെ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അസോസിയേഷൻ സംഘടന തീരുമാനിക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ആന്റണി പെരുമ്പാവൂർ. അതിൻ്റെ അകത്ത് 1% ഡൗട്ടില്ല. അത് ഞാൻ 100% ഞാൻ പറയുകയാണ്. അത് ആന്റണി പെരുമ്പാവൂർ ആ സംഘടനയ്ക്കൊപ്പം 100% ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ 100% ഉണ്ടാവും. ആന്റണി പെരുമ്പാവൂർ നിൽക്കും. പക്ഷേ സംഘടനയിൽ കിട്ടുന്ന തിരിച്ചടി എങ്ങനെയാണ്? അദ്ദേഹത്തെ തള്ളിയാണ് ഇപ്പൊ നിങ്ങൾ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അങ്ങനെയൊന്നുമില്ല. അല്ലല്ല. സംഘടനയ്ക്കകത്ത് സുരേഷ് കുമാർ പറഞ്ഞ പ്രസ്താവനകളെ ഭൂരിഭാഗം തള്ളിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു. അത് മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര താരങ്ങൾ ഷെയർ ചെയ്യുന്നു. അതായത് അതിനർത്ഥം അവരുടെ അഭിപ്രായം അതാണ്. ഇപ്പൊ 2 സംഘടനകൾ തന്നെ 2 അഭിപ്രായം, ഒരു സംഘടനയ്ക്കകത്ത് 2 അഭിപ്രായം. ഇതിനെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നു? അല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പം ഒരു അഭിപ്രായം ആന്റണി ചേട്ടൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു. ടൊവിനോ ഞങ്ങളുടെ മെമ്പറല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു മെമ്പറല്ല. അപ്പോൾ ടൊവിനോ അത് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിന് ഇപ്പം ഈവൻ അത് തോന്നിക്കാണുമായിരിക്കും അത് ആയിരിക്കും ശരി എന്നുള്ളത്. അതുകൊണ്ടിട്ട് അത് ഷെയർ ചെയ്തത്. ഞങ്ങൾക്കുള്ളിലുള്ള ഒരു മെമ്പർ ഇപ്പം ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ ഫൈൻ ഇപ്പം അസോസിയേഷനെതിരെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അസോസിയേഷന് ഫൈൻ അടച്ചിട്ടുള്ള ആളാണ്. പറഞ്ഞു മനസ്സിലായി. ഞാനിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ അസോസിയേഷനിൽ. അപ്പോൾ അത് ആരാണേലും അങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാർ എല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഇതിന് മുമ്പൊക്കെ. ഇപ്പോൾ ഉള്ള സുരേഷ് കുമാർ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, വർഷങ്ങളായിട്ട് സിനിമയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്താണ് കാര്യം ഇരിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് കാര്യം അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ടത്? ഒരു സുഹൃത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു എതിരെ അഭിപ്രായം വാങ്ങേണ്ട എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഇരിക്കേണ്ടത്? ഒരു കാര്യമില്ല. വലിയ ഹിറ്റായിരുന്നു സിനിമ. അത് ടൊവിനോ തോമസിന്റെ ഇതിലേക്ക് വരികയും അതേസമയം ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് വരികയും ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അദ്ദേഹം അഭിനയിച്ച വേറൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഈ ആക്ടറിന്റെ ഇതില് അക്കൗണ്ടിലേക്ക് വരുന്നതും എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഇവിടെ ഹീറോനെ വെച്ചിട്ടാണ്, അല്ലാതെ വന്നിട്ട് പ്രൊഡ്യൂസർക്കല്ല ഒരു ബിസിനസ് നടക്കുന്നത്. ഹീറോനെ വെച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത്. ഇതേ ടൊവിനോ തോമസിന്റെ പ്രീവിയസ് പടം നിർമ്മിച്ച ആൾ ഞാനാണ്. അത് നമ്മൾ പരസ്യം ഇപ്പം ചെയ്തിരുന്നു. 100 കോടി ക്ലബിൽ വന്ന ഇൻഡിവിജ്വൽ സിനിമയാണ്. ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഉൾപ്പെടെ പബ്ലിസിറ്റി ചെയ്തതാണ്. അടുത്ത പടം ടൊവിനോയ്ക്ക് അപ്പോൾ ആ 100 കോടിയോ അല്ലെങ്കിൽ ആ സിനിമ അത്രയും വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് അതൊക്കെ പ്രൊഡ്യൂസേഴ്സിന് നേട്ടമായി മാറുകയും
അത് സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഹീറോയുടെ ഉത്തരവാദിത്തമായി മാറുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അല്ല അങ്ങനെയല്ലോ. ഇപ്പം ഹീറോകളാണല്ലോ ഇതിൻ്റെ അകത്ത് ഒരു മേജർ ശമ്പളം വാങ്ങുന്നത് ആരാണ്? ഹീറോസ് ആണ് വാങ്ങുന്നത്. അതുകൊണ്ടിട്ടാണ് ഹീറോയുടെ പേരിൽ പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷന് ചായ കൊണ്ടുതരുന്ന ചേട്ടൻ്റെ പേരിലേക്ക് ഇത് ചാരി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ അതുകൊണ്ടിട്ടാണല്ലോ ഇത് ഹീറോയുടെ പേരിൽ വരുന്ന, ഹീറോയാണ് ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നയാള്. അതുകൊണ്ടിട്ടാണ് അത് പറയുന്നത്. അത് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റുകളും ഞങ്ങൾക്കല്ലേ മേജർ ടെക്നീഷ്യൻസും പടത്തിൽ റെമ്യൂണറേഷൻ കുറച്ച് തരിക എന്നുള്ളത് മാത്രമാണ് ഉണ്ട്. ജയൻ ചേർത്തല ഒരു വാർത്താസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് 1 കോടി രൂപ വായ്പ തന്നിരുന്നു. എന്നിട്ടാണ് താരങ്ങളെ തള്ളി പറയുന്നത്. അതിൽ ഇപ്പോഴും 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന. എന്നിട്ട് താരങ്ങളെ വെക്കിട്ട് കയറാൻ വരണ്ടെന്നാണ് അമ്മയുടെ പ്രതിനിധിയായ അമ്മ നിയോഗിച്ച ജയൻ ചേർത്തല പറഞ്ഞത്. അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? 1 കോടി രൂപയാണ് നിങ്ങൾക്ക് വായ്പ വന്നത്, 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എന്നിട്ട് അമ്മയുടെ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് അധികാരമുള്ളത്? അല്ല, ഒരിക്കലും ഇപ്പൊ അല്ല, നമ്മൾ ബിൽഡിംഗ് പണിയാൻ നേരത്ത് അമ്മ നമ്മളെ സഹായിച്ചു എന്നുള്ളത് കറക്റ്റ് സംഭവമാണ്. നമുക്ക് 1 കോടി രൂപ വായ്പ വാങ്ങിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ ആ പൈസയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷം കൊടുക്കാനുണ്ടോ? ഇല്ല 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 കൊടുക്കാനില്ല. ഇല്ല ഇല്ല ജയൻ ചേർത്തല പറഞ്ഞത് തെറ്റാണ്. ഇല്ല ഇല്ല, ഞാൻ ഒന്ന് വേണേ കൺഫേം ചെയ്തേക്കാം. 40 ലക്ഷം രൂപ കൊടുക്കാൻ ജയൻ ചേർത്തല പറഞ്ഞാണ്. ഇല്ല ഇല്ല ഒരു ചോദ്യം, ഇല്ല 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 കൊടുക്കാനില്ല. ഇല്ല ഇല്ല. ഒരു ചോദ്യം, ഈ നിർമ്മാതാക്കളുടെ സംഘടന പിളർപ്പിലേക്ക് പോകുന്നു. പിളർപ്പോ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നിങ്ങൾ എന്നോട് ചോദിച്ചു. നമുക്ക് ഇടയിലൊരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഞാൻ, നിങ്ങളെല്ലാവരും മീറ്റിങ്ങിനൊക്കെ വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനെ വളർത്താനായിട്ട് ഉള്ള ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനത് വന്ന് 100% അഭിപ്രായ വ്യത്യാസം എടുത്തവർ എന്നേക്കാൾ കൂടുതൽ അർഹനാണ് ആന്റണി പെരുമ്പാവൂർ. ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള, എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ആളാണ് പുള്ളി. അത്രയും ഹിറ്റുകൾ, വലിയ വലിയ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും ഹിറ്റുകൾ ഞാൻ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ തിയേറ്ററുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. ആർട്ടിസ്റ്റിന് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത്രയും റിസ്കുകൾ എടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അസോസിയേഷൻ ആവശ്യമുള്ള ആളാണ് ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും, രണ്ടുപേരും. അല്ല, ആന്റോ ജോസഫ് ലീവിലായതുകൊണ്ടിട്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അമ്മ തന്ന കത്തിന് മറുപടി കൊടുക്കുന്നുണ്ടോ? ഏതാണ്? അമ്മ ഒരു കത്ത് നൽകിയിരുന്നു. എന്താണ്? നാദനില്ല കളരി എന്ന് വിളിച്ചത് അംഗീകരിക്കില്ല, ഖേദം പ്രകടിപ്പിച്ച് താരസംഘടനയ്ക്ക് ഒരു കത്ത് നൽകണം, നിർമ്മാതാക്കൾ കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു മറുപടി കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവും. അല്ല, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടില്ല കേട്ടോ. നാദനില്ല കളരി എന്ന് പറയുന്നത്, അല്ല, നാദനില്ല കളരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചൊന്നും എനിക്കറിയില്ല. അതാ അല്ല, അങ്ങനെ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഒരു കത്ത് ആരയച്ചു കഴിഞ്ഞാലും അതിന് അസോസിയേഷൻ മറുപടി കൊടുത്തിരിക്കും. തീർച്ചയായും. അമ്മയെ അന്ന് നേരത്തെ പറഞ്ഞു താരസംഘടന അന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്ന് ഇപ്പം ലിസ്റ്റും പറഞ്ഞു. അന്ന് കൊടുത്ത ലെറ്റർ വേറെ രീതിക്കാണ്. റൈറ്റ്സുമായിട്ട് ഡബിങ്ങിന് ശേഷവും അല്ലെങ്കിൽ സെൻസറിന് ശേഷവും 30% എന്നാണ് പറയുന്നത്. പല സിനിമകളും സെൻസർ ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ താരങ്ങൾക്കും ജീവിക്കണം എന്നുള്ള കാര്യമാണ്. അല്ല, അതാണല്ലോ അവര് ജനറൽ ബോഡിയിൽ ചോദിച്ചിട്ട് പറയാമെന്ന് ഇപ്പൊ ഇവൻ പറഞ്ഞു. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു സുരേഷ് കുമാർ. അല്ല, അതുകൊണ്ടാണ്. അപ്പൊ അവർക്കത് സമയമെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടിട്ടാണ് നമുക്കുള്ളിൽ അത് ഡിസ്കസ് ചെയ്തത്. പ്രഖ്യാപന സമരത്തിന് അവരെ വിളിക്കേണ്ടതല്ലേ ആയിരുന്നല്ലേ? ഏത് പ്രഖ്യാപനം നടത്തുന്ന ഒരു യോഗത്തിന് അമ്മയിൽ, അല്ല, അതാണല്ലോ നമ്മൾ നാളെ അല്ലല്ലോ വെച്ചേക്കുന്നത്, നമ്മൾ ജൂണിലല്ലേ വെച്ചേക്കുന്നത്. അപ്പൊ എത്രയോ മീറ്റിങ്ങുകൾ അതിന്റെ ഇടയിൽ നമ്മൾ നടത്തും. അപ്പൊ ഇതാണ് മാറ്ററുകളുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് സുരേഷ് ഏട്ടനായിട്ടോ സുരേഷ് കുമാർ ഏട്ടനായിട്ടോ ആന്റണി പെരുമ്പാവൂരായിട്ടോ അങ്ങനെ പറഞ്ഞു തീരാത്ത തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഞങ്ങൾക്കിടയിലോ ഞങ്ങളുടെ സംഘടനയ്ക്കിടയിലോ ഇല്ല. അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയിലുള്ള വലിയ നിർമ്മാതാവ് വലിയ മുതൽ മുടക്കിൽ ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ വേറൊരാൾ ഞങ്ങളുടെ സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കമൻറ്റ് അദ്ദേഹത്തിന്, ആന്റണി ചേട്ടന് അതൊരു ഒരു അത്ര പോസിറ്റീവായിട്ട് അത് തോന്നിയില്ലാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു കുറിപ്പ് വരികയും അതിനെ തുടർന്നുള്ള 1-2 എന്താ പറയുക ചർച്ചകളുമാണ് നടന്നത്. ഈ വിഷയം ഞാനിപ്പോൾ പറയുകയാണ്, ഈ വിഷയം ഞങ്ങൾ ഇന്ന് കൊണ്ടിട്ട് തന്നെ ഇത് തീർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെ അസോസിയേഷനിൽ മീറ്റിംഗ് ഉള്ളതാണ്, കൂടുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. വെറുതെ ഓരോരുത്തരും എടുത്ത് പോസ്റ്റ് ഇട്ട് ചുമ്മാ അതൊരു ചർച്ചയാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഇവർ തമ്മിലുള്ള പേഴ്സണൽ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു 100% ഗ്യാരണ്ടിയോടുകൂടി പറയുകയാണ്, ഇതൊരു അനാവശ്യ ടോക്കാണ്. ഇതുകൊണ്ട് ഇവിടെ തീരണം
എന്ന് മാത്രമേ പറയാനുള്ളൂ. വ്യക്തി താങ്ക് യു. അഭിപ്രായമല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല പറഞ്ഞത്. അല്ല, സംഘടനയ്ക്ക് വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ടുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. സുരേഷ് കുമാറുമായിട്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു. ആ അല്ല, ഈ ആക്ച്വലി ഞാൻ ആക്ച്വലി ഞാൻ ഈ മീറ്റിംഗ് ഇന്നലെ ഞാൻ വിളിച്ചേനെ, ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നേനെ. എനിക്ക് സയൻസ് പ്രോബ്ലം ആയതുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലായി പോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇത് വിളിച്ചിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.